ഇന്നത്തെ ലഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് കുറച്ച് പ്രോൺസ് കൂടുതൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പ്രോൺസ് എപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു പുറത്തുള്ള ഒരു ചെറിയ നാല് പുറത്തെ സംഭവം ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്യണേ. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ടൊന്ന് ചെറിയൊരു ഇങ്ങനെ കീറി കൊടുത്തതിന് ശേഷം അതിനുള്ളിൽ നിന്ന് ഒരു വേസ്റ്റ് എടുത്ത് കളഞ്ഞാൽ മതിയാകും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ തലഭാഗം ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ. അപ്പോൾ ഞാൻ തല എടുത്തിട്ടില്ല, വെറും ആ ഒരു പ്രോൺസിൻ്റെ ഫ്ലഷ് മാത്രമായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഉപ്പിട്ട് വേണം ഉരച്ച് കഴുകിയെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും. ഒട്ടും അഴുക്കില്ലാത്ത രീതിയിൽ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു 3-4-5 വെള്ളം കഴുകുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലിയർ വാട്ടറിൽ നമുക്കിത് പ്രോൺസ് കഴുകിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോൺസിൻ്റെ ഒരു വേസ്റ്റ് കൊണ്ട് നമ്മൾ വെറുതെ കൊണ്ട് കളയുന്നതിനേക്കാളും ചെറിയൊരു കുഴി കുത്തിയിട്ട് ഒന്ന് മണ്ണിൽ ഉള്ളിലോട്ട് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് പുറത്തോട്ട് വരാതിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് മണ്ണ് മാറ്റാൻ ശ്രമിച്ചാണ്, നടന്നില്ല. അപ്പോൾ ഞാൻ മണ്ണ് ഇട്ട ഭാഗത്തോട്ട് പോയിട്ട് ഒന്ന് ചെറിയൊരു കുഴി എടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് മണ്ണ് ഇളകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുഴി കുത്തിയിട്ട് നമുക്ക് ആ ഒരു വേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മണ്ണൊട്ടത് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് സ്മെല്ല് വരാതിരിക്കും കേട്ടോ. അപ്പോൾ അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ആദ്യമൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ കൊണ്ട് ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒട്ടും തന്നെ ഒരു കുറച്ച് പ്രോൺസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിക്കും. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ ഞാൻ സാധാരണ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കൊണ്ടിടുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് അത്രത്തോളം ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല കേട്ടോ പുറത്തോട്ട്. അപ്പോൾ അവിടെ ചെറിയ ചെറിയ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ എൻ്റെ കിച്ചണിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് വെള്ളം വെച്ച് വെള്ളം തിളച്ച് വന്നതിന് ശേഷം അരി കഴുകിയിട്ടിട്ടുണ്ട്. മട്ട അരിയാണ്. ഒരൊറ്റ വിസിൽ തന്നെ റൈസ് കുക്കായി കിട്ടിക്കോളും. പിന്നെ ഇതാ ഒരു അയൺ കടായിക്ക് ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തേച്ചാണ് കേട്ടോ വെക്കുന്നത്. അത് നമ്മൾ അടുത്തെന്തെങ്കിലും ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാതൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഇതാ പ്രോൺസ് തീയലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി ഒന്നിനെടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി ഒന്ന് എടുത്തിട്ടുണ്ട്. 2 തക്കാളി, 1 കഷ്ണം വെള്ളരിക്ക, 1 കഷ്ണം പടവലങ്ങ, 2-3 വെണ്ടയ്ക്കയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്തെടുക്കും. 2 തൊണ്ടമുളകും കൂടെ എടുക്കണമെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഒരു 2 കറിവേപ്പിലയും 1 കപ്പ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രോൺസ് കൂടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചതിന് ശേഷം അടപ്പുകൊണ്ട് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒരു പച്ചക്കറിയും പ്രോൺസൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമുക്കിനി ആ ഒരു പ്രോൺസിൻ്റെ ഒരു ഫ്രൈക്ക് കൊണ്ടുള്ള മസാലയാണ്. വറ്റൽ മുളകും ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത്രയും കൂടെ ചതച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതാ ഒരു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസിലോട്ട് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് ഈ പൊടികളൊക്കെ ചേർത്താൽ മതിയാക്കും. പിന്നെ ഇതാ 1-2 ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടി കൊണ്ട് ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. 1-2 തണ്ട് കറിവേപ്പിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി വരുന്ന സമയം കൊണ്ട് അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടും. അപ്പോൾ ആ പച്ചക്കറിക്ക് ഒന്ന് വെന്ത് വരുന്നതേ ഉള്ളൂ. ആ ഒരു ടൈം തൊട്ട് നമുക്ക് ഇനി ഒരു തേങ്ങ ഒന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ അതാ ഒരു കടായിലോട്ടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഒരു 3/4 കപ്പോളം തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 1/2 ടീസ്പൂണോളം ഒരു ചെറിയ ജീരകം പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്തെടുക്കാം. ഇത് 2 ചേർക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ കിട്ടുന്നത്. നന്നായിട്ടൊന്ന് വറുത്ത് ഒരു ബ്രൗൺ കളറായി വരുന്നവരൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് ഈ ഒരു ഷെയ്ഡെത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1-2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1-2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ നമ്മൾ എടുക്കുന്ന പച്ചക്കറിക്കും പ്രോൺസിന് അനുസരിച്ചിട്ട് തേങ്ങയുടെ അളവും പൊടിയുടെ അളവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് കേട്ടിട്ടൊന്ന് വറുത്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതാ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ആ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പ്രോൺസ് ഫ്രൈ സിമ്പിളാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. കാരണം നമ്മൾ മുളക് നമ്മൾ ചതച്ച് ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചട്ടിയിൽ നിൽക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കത് ആ ഒരു തീയലിൻ്റെ ആ ഒരു കൂട്ട് അരച്ചതും പിന്നെ കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്തെടുക്കാം. ഒരു 1/4 കപ്പോളം പുളിവെള്ളം ചേർത്താൽ മതിയാകും. ചെറിയൊരു നാരങ്ങ എളുപ്പത്തിന് പുളിയൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചൊന്ന് ഒരു 5-6 മിനിറ്റ് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് നല്ലതായിരിക്കും. പിന്നെ നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, വറ്റൽമുളക് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അത് നല്ല ഫ്ലേവർ ഉണ്ട്. ഇങ്ങനെ താളിച്ചൊഴിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒരു സ്മെല്ലൊന്നും നന്നായിരിക്കും. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് തീരെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ പ്രോൺസ് ഇവിടെ
ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു ഒഴിച്ച എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരൊന്ന് വഴറ്റി ഒന്ന് വറുത്തെടുക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റും അവർ കഴിക്കാനായിട്ട് നമ്മളിങ്ങനെ വായിലിങ്ങനെ അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റാണ്. ആ ഒരു പ്രോൺസിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാൻ പറ്റും. അധികം എരിവൊന്നുമില്ല. നമ്മൾ ഒരു ബെഡ് കിച്ചനാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് തന്നെ അധികം എരിവില്ല കേട്ടോ ഈ ഒരു പ്രോൺസ് ഫ്രൈക്ക്. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടേരി ചോറും പിന്നെ ആ ഒരു പ്രോൺസ് ഫ്രൈയും പിന്നെ അത് വെച്ചിട്ടുള്ളൊരു തേയിലും കൂടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ എങ്കിലും ഇത് രണ്ടും മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.